രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ ATM കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത്. ഓക്കെ, അന്ന് വരെ 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഈ 18 ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ്. ആ 18 ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ്, ഞാനല്ല. സ്വന്തം ഭാര്യയുടെ അസുഖം ഒരു വ്ളോഗാക്കി ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ച് അവർ സഹായധനമായിട്ട് അയച്ചു കൊടുത്ത ആ ഒരു പണം, അതായത് 25 ലക്ഷം രൂപയെങ്ങാണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. ആ ഒരു പണം പുട്ടടിച്ചു. ഇത്തരത്തിലുള്ള വാർത്ത നിങ്ങൾ ഇന്നലെ കേട്ടിട്ടുണ്ടാവും. വാർത്തയല്ല, സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്ന ഒരു സംഗതി. അപ്പോൾ ഏറെ അധികം വൈറലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കുറേ അധികം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്വന്തം ഭാര്യയുടെ രോഗാവസ്ഥ കാണിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നു, അതിൽ നിന്ന് ആളുകൾ പണം അയച്ചു കൊടുക്കുന്നു, അതെടുത്ത് പുട്ടടിക്കുന്നു. ഇങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഇത് അറിയാത്ത കുറേ അധികം ആളുകൾ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരാം. അനു അഭിനവ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ്, ഇതിലാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഭാര്യയും ഭർത്താവും ഒരു വ്ളോഗ് ചെയ്യുന്നു. ഭാര്യ എന്ന് പറയുമ്പോൾ ഇവരൊരു 8-10 മാസം മുൻപായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഇവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. അങ്ങനെ തലയൊക്കെ ഇടിച്ച് വീണതുകൊണ്ട് ഭാര്യയ്ക്ക് ഒന്നും ഓർമ്മയില്ല, ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ എന്താ പറയുക, ഒന്നും ഓർമ്മയില്ല, ഒന്നും സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഭാര്യ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ തോളൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ദിവസം ഇങ്ങനെ രാവിലെ വ്ളോഗും കാര്യങ്ങളും ചെയ്യും, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭർത്താവ് ഇങ്ങനെ വ്ളോഗിൽ സംസാരിക്കും. അങ്ങനെ ആളുകൾ ആ ഒരു വ്ളോഗ് കണ്ട് സഹതാപം തോന്നിയിട്ട് കുറേയധികം പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ 25 ലക്ഷം രൂപയെങ്ങാണ്ട് കിട്ടി. ഈ 25 ലക്ഷം രൂപ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുട്ടടിച്ചു, ടൂറ് പോയി. ഇങ്ങനെ ഒരു രൂപ പോലും അവർക്ക് കൊടുക്കാതെ ആ 25 ലക്ഷം രൂപ മുഴുവൻ കൊള്ളയടിച്ചു, തട്ടിപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇതേ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ 2 വശം കേൾക്കണമെന്നുള്ളത്. ഇന്നലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കാര്യങ്ങളാണ്. ഈ അമ്മ ഇതിൽ പറയുന്നുണ്ടായിരുന്നു, അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഈ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. ഒരു രൂപ പോലും ഈ ഒരു മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, അഥവാ ഒരു ഭാര്യയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല എന്നുള്ളത്. 25 ലക്ഷം രൂപ പുട്ടടിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടടക്കം തെളിവുകൾ നിരത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിരിക്കുകയാണ്. ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഇവർ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഭർത്താവിനെതിരെ. അപ്പോൾ ആ ചങ്ങാതിക്കൂട്ടം എന്ന ആ ഒരു ഫേസ്ബുക്ക് പേജിനെതിരെ ഇപ്പോൾ ഇദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിനെ ഇതിലേക്ക് വെറുതെ ആവശ്യമില്ലാതെ വലിച്ചയച്ചു, പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആലോചിക്കുന്നത് അതല്ല, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കില്ല. തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, എനിക്ക് മേ ബി പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്, തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത് കേട്ടോ. കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിയുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പോയാൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഏതൊക്കെ വഴിയിലൂടെ വന്നു, അത് ഏതൊക്കെ വഴിയിലൂടെ പോയി, ആരാണ് എടുത്തത് എന്നെല്ലാം കിട്ടും. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു കേസാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വൈകാതെ തെളിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പണം മുഴുവൻ തട്ടിയെടുത്തത് താനല്ല എന്ന് പറയുന്നുണ്ട്. ഒരു 18 ലക്ഷം രൂപയെങ്ങാണ്ട് തട്ടിയെടുത്തത് ഭാര്യയുടെ സഹോദരിയാണെന്ന് പറയുന്നുണ്ട്, അതായത് ഭാര്യയുടെ ഏട്ടത്തിയാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. അവരാണ് ഈ പണം തട്ടിയെടുത്തത് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു അക്കൗണ്ടിൻ്റെ എന്താ പറയുക, ATM കാർഡ് കാര്യങ്ങളെല്ലാം ആ ഒരു ഭാര്യയുടെ സഹോദരിയുടെ കയ്യിലാണ്, പണമെല്ലാം അവരാണ് എടുത്തതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കാം. 25 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ ATM കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത്. ഓക്കെ, അന്ന് വരെ 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ 14.5 ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി 18 ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ്. ആ 18 ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ്, ഞാനല്ല. അപ്പം ബാങ്ക് ഞാനിപ്പോൾ നിങ്ങളുടെ പറയുന്നത് 25 ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ 25 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 25 ലക്ഷം രൂപയിൽ 18 ലക്ഷം രൂപയുടെ കണക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റെന്താണ്, ഇപ്പം ഇതിനകത്ത് പൈസയുടെ ഇഷ്യൂസ് ആണ് അവർ പറയുന്നത്. പൈസയുടെ ഇഷ്യൂസ് പറയുന്നത് 18 ലക്ഷം രൂപയുടെ കണക്ക് ചേട്ടത്തി, അവർ എൻ്റെ വൈഫിൻ്റെ ചേട്ടത്തിയാണ് പറയുന്നത്. ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെയുള്ള ATM പൈസ ചിലവഴിച്ചതും ATM കാർഡ് കയ്യിരുന്നതും എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലായിരുന്നു. 18 ലക്ഷം രൂപയുടെ കണക്ക് അവരാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഈ 18 ലക്ഷം രൂപ കഴിഞ്ഞ് 7 ലക്ഷം രൂപയുടെ കണക്ക് എൻ്റെ കൈയുടെ ഇതിന് വേണ്ടി ചിലവാക്കിയതാണ്. അപ്പോൾ 7 ലക്ഷമായി. അപ്പോൾ 25 ലക്ഷം രൂപയുടെ കണക്ക് അവിടെ തന്നെ തീർന്നു, നിങ്ങൾ ആലോചിച്ചോണം. അപ്പോൾ തന്നെ അപ്പോൾ ഇത്രയും നാൾ ഈ വന്ന പിന്നെ ഞാൻ എൻ്റെ വൈഫിനും ഞാനും എൻ്റെ മോനും തമ്മിൽ വീഡിയോ ചെയ്തതിൽ വന്ന പൈസയ്ക്കകത്തുനിന്നാണ് ഇതേവരെ വീട്ടിലെ പിന്നെ സാഹചര്യങ്ങളും പിന്നെ ലോൺ അടവും പിന്നെ എല്ലാ കാര്യങ്ങളും പോയത്. അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ പിന്നെ 4,19,000 രൂപയുടെ കണക്ക് പറഞ്ഞായിരുന്നു അവർ. ഞാൻ എടുത്ത് ചിലവഴിച്ചതാണ്, അനാവശ്യമായിട്ട് ചിലവഴിച്ച് ഇതാക്കിയതാണെന്ന് പറഞ്ഞത്. 4,19,000 രൂപയുടെ കണക്ക് ഇന്നതാണ് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഞാൻ
ഇതിപ്പോ എന്താണെന്നറിയോ, ഇതൊരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നേരത്തെ ആ ഒരു അമ്മ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് ഈ ഭർത്താവാണ് ഇത്തരത്തിലുള്ള പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഇദ്ദേഹം വന്ന് പറയുന്നത് ഭാര്യയുടെ ഏട്ടത്തിയുടെ കയ്യിലാണ്, ഭാര്യയുടെ സഹോദരിയുടെ കയ്യിലാണ് ATM കാർഡും കാര്യങ്ങളും എല്ലാം ഉള്ളത്. 18 ലക്ഷം രൂപ എങ്ങാണ്ട് പുള്ളിക്കാരത്തിയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം ചെലവാക്കിയിട്ടുള്ളത് 7 ലക്ഷം രൂപ, മൊത്തം 25 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ കണക്കിവിടെ ഫുൾ കൃത്യമാണ്. 25 ലക്ഷം എന്നുള്ളത് അങ്ങോട്ട് പോയിട്ടില്ല, ഇങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും 25 ലക്ഷം എന്നുള്ളത് തീർപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 7 ലക്ഷം രൂപ എങ്ങാണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിന് വേണ്ടിയിട്ടാണ് ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം ഒരു രീതിയിലുള്ള തെളിവും കാര്യങ്ങളും ഒന്നും നിരത്തിയിട്ടില്ല. അതായത് ഇങ്ങനെ കയ്യിന് വേണ്ടിയിട്ട് 7 ലക്ഷം രൂപ എങ്ങാണ്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് വെക്കാമായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം വെക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും ഇത് ഇനി അങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞില്ലേ, അതിൻ്റെ ഒരു അവസ്ഥ ഇനി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഒരു കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്, തെളിവുമായിട്ടൊന്നും ഹാജരായിട്ടില്ല. അപ്പോൾ ഏതായാലും പുള്ളിക്കാരത്തി അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എപ്പോ വെച്ച് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അത് നമ്മൾ ബാങ്കിലുമായി പോയി അങ്ങനെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തെളിയുമെന്നുള്ളതാണ്. അതല്ല ഇദ്ദേഹമാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും തെളിയും. അപ്പോൾ ആരായാലും ഇവിടെ തട്ടിപ്പാരാണോ നടത്തിയത് അവർ പുറത്ത് വരണമെന്നുള്ളതാണ്. ഇനി ഇദ്ദേഹമാണെങ്കിലും ഭാര്യയുടെ സഹോദരി ആണെങ്കിലും ഭാര്യയുടെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ഈ ഒരു അമ്മ, അതായത് ഈ ഒരു ഭാര്യയുടെ അമ്മ വന്ന് നിന്നതിന് ശേഷം വളരെ വലിയ പ്രശ്നങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം. എനിക്കെതിരെ അപകീർത്ത് എന്നെ മോശപ്പെടുത്തിയ രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. എൻ്റെ പെങ്ങൾ എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളെ പോലും അവർക്ക് കണ്ടുകൂടാം, ഈ പറയുന്ന അനിയൻ്റെ അമ്മയ്ക്ക് കണ്ടുകൂടാം. പക്ഷേ എൻ്റെ വൈഫും എൻ്റെ പെങ്ങളും തമ്മിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വൈഫിൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ അച്ഛനെ അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയണമെന്ന് പറയുന്നതും എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, എൻ്റെ ബന്ധുക്കൾ പോലും കയറാൻ താമസിക്കാത്ത അവസ്ഥയാക്കി വെച്ചിരുന്നത് ഈ എൻ്റെ വൈഫിൻ്റെ അമ്മായിമ. ഇവർ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അനിമോള് ഇന്നിക്കാണെങ്കിൽ ഈ 10 വർഷക്കാലം ആ കൊച്ചിനറിയാം ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാണ് നോക്കിയെന്നുള്ളത്. ആ കൊച്ചു പറയണം. നിങ്ങളിപ്പോ അമ്മ ഇതെന്തോ. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവരുടെ വീട്ടിലുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നടക്കുന്നൊരു വഴക്കാണ് കേട്ടോ. ഇങ്ങനെ പറയുന്ന കാര്യം ഇതാണ്. ആ ഒരു ഭാര്യയുടെ അമ്മ ആ ഒരു ഭാര്യയെ നോക്കാൻ ആ വീട്ടിലേക്ക് വന്നിരുന്നു. ആ ഒരു സമയത്ത് അവർക്ക് അവിടെയുള്ള ആരെയും പറ്റത്തില്ല എന്നുള്ളതാണ്. അവരെ ഇങ്ങനെ എന്താ പറയുക, തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്ന തരത്തിലാണ് ആ ഒരു അമ്മയുടെ സ്വഭാവം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്, ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ എന്തൊക്കെയോ സ്വാഭാവികമായിട്ട് തോന്നിപ്പോവുകയാണ്. ഇതിപ്പോൾ ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആരുടെ പക്കലാണ് ശരി? ഇപ്പോൾ ഈ ഒരു അമ്മ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ആളുകൾ അയച്ചു കൊടുത്തതും അതുപോലെ തന്നെ വിഡ്രോ ചെയ്തതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ആര് വിഡ്രോ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ഒരു ഭർത്താവ് പറയുന്നുണ്ട്, അതായത് ആ ഒരു ഭാര്യയുടെ ഏട്ടത്തിയുടെ കയ്യിലാണ് ഈ എന്താ പറയുക ATM കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ATM കാർഡ് ഉപയോഗിച്ച് എവിടെ നിന്നൊക്കെ പണം പിൻവലിച്ചു എന്നുള്ളത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മാത്രമേ ഇനി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കേസായതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തെളിയും എന്നുള്ളതാണ്. ഇതിപ്പോൾ എന്തെന്നറിയോ, ഇതിപ്പോൾ രണ്ടു കൂട്ടരും കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇത് ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു തരത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്നലത്തെ ആ ഒരു വീഡിയോ കാണുമ്പോൾ, ആ ഒരു അമ്മയുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും, ഓ ഇവൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. പക്ഷെ ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹം തെളിവുകളും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷനിലായി പോകുമെന്നുള്ളതാണ്. കാരണം ആര് ചെയ്തു എന്നൊരു ചോദ്യം ഇവിടെ വരും. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈക്ക് 7 ലക്ഷം രൂപ എങ്ങാണ്ട് ചെലവായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ബില്ല് കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഏകദേശം തീർപ്പാവും എന്നുള്ളതാണ്. 7 ലക്ഷം രൂപയുടെ ബില്ല് അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ അത് ആളുകൾ വിശ്വസിക്കും. പിന്നെ ബാക്കിയുള്ള 18 ലക്ഷത്തിന്റെ കണക്ക് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നോക്കിയാൽ അതും മനസ്സിലാകും. പോലീസ് കേസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വൈകാതെ തന്നെ ഇതൊരു തീർപ്പാവുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ വരുന്നതായിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് ഏതായാലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.